ഇപ്പോൾ തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി വെള്ളറടയിൽ സംസാരിക്കുകയാണ്. തത്സമയം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ എവിടെയെത്തി? രാജ്യമാകെ BJPക്കെതിരെയുള്ള വികാരം, അതിശക്തമായ വികാരം. അതിന്റെ കൂടെ ആത്മാർത്ഥമായി രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുമോ? ഉത്തർപ്രദേശില് 80 സീറ്റാണ്. സാധാരണ ആളുകൾ പറയാറ് ഉത്തർപ്രദേശ് ആര് ജയിക്കുന്നു അവരാണ് രാജ്യം ഭരിക്കുക എന്നാണ്. കാരണം 80 സീറ്റുണ്ട്. അവിടെ ഒരു വലിയ സംഭവം നടന്നു. അവിടുത്തെ പ്രധാന രാഷ്ട്രീയ ശക്തികൾ, ഒന്ന് SP-യും മറ്റൊന്ന് BSP-യും, ആ രണ്ടു കൂട്ടരും യോജിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ കഴിയാവുന്നത്ര ഒറ്റപ്പെടുത്തണം, നമുക്ക് ഒന്നിച്ച് മത്സരിക്കാമെന്ന് അവർ കണ്ടു. കോൺഗ്രസ് അവിടെ വലിയ ശക്തിയല്ല, ആകെ 2 സീറ്റാണ് അവർക്കുള്ളത്. ചിലയിടത്ത് കുറച്ച് ആളുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് അവർ ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ SP-യും BSP-യും കൂടിയുള്ള സഖ്യം കോൺഗ്രസിനോട് പറഞ്ഞു, നമുക്ക് BJPയെ പരാജയപ്പെടുത്തലാണ് പ്രധാനം, ഒറ്റപ്പെടുത്തണം തീർത്തും. അതുകൊണ്ട് നമുക്കൊന്നിച്ചു നിൽക്കാം, നിങ്ങൾ കൂടി സഹകരിക്കണം. കേട്ട ഭാവം നടിച്ചില്ല, അങ്ങനെ ഒരു സഹകരണത്തിന് തയ്യാറായില്ല. പക്ഷെ അവര് മാന്യത കാണിച്ചു, SP-യും BSP-യും. അവിടെ 2 സീറ്റാണ് ഇവര് ജയിച്ചു നിൽക്കുന്നത്, കോൺഗ്രസ്. അവർ പറഞ്ഞു, ആ 2 സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല, ഇവരെ തന്നെ മത്സരിക്കട്ടെ, ഇവര് BJPയെ പരാജയപ്പെടുത്തി ജയിച്ചു വരട്ടെ, ഞങ്ങൾ വേണ്ട സഹായം ചെയ്യും. എന്നാലെങ്കിലും ബോധം വരണ്ടേ? BJPക്കെതിരായ വോട്ടുകൾ ശിഥിലീകരിക്കാതിരിക്കാനുള്ള ബോധമുണ്ടാവണ്ടേ? ദേശീയ രാഷ്ട്രീയത്തിന്റെ സത്ത കോൺഗ്രസ് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? കഴിഞ്ഞില്ല. അവരിപ്പോ എന്താ അവിടെ പരിശ്രമിക്കുന്നത്? BJPക്കെതിരായ വോട്ടുകൾ കുറച്ച് ശിഥിലീകരിക്കാൻ പറ്റുമോ? ആർക്കാ അതിന്റെ ഗുണം? കോൺഗ്രസിന് പ്രത്യേക ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം അത്ര ഇല്ല. അവര് ഗുണം കിട്ടാൻ പോകുന്നത് 1-2 സീറ്റ് BJPക്ക് കൂടിയെന്ന് വരും. അതിൽ കൂടുതൽ BJPക്കും കിട്ടാനിടയില്ല, കാരണം അത്ര വലിയ ശക്തിയാണ് SP-യും BSP-യും കൂടിയായി. പക്ഷേ അത്തരമൊരു നിലപാട് സ്വീകരിക്കണ്ടേ? സ്വീകരിച്ചില്ലല്ലോ. ബീഹാറിൽ ശക്തമായ പ്രതിപക്ഷ സഖ്യം എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അതിലിടങ്കോലിട്ടത് കോൺഗ്രസ് ആണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് അവരുടെ നില. ഇവിടെ നമ്മുടെ കേരളത്തില് മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. എന്ത് സന്ദേശമാണ് ആ മത്സരം രാജ്യത്തിന് നൽകുന്നത്? ഇന്ന് രാജ്യത്ത് നേരിടേണ്ടത് ഇടതുപക്ഷത്തെയാണ്, തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്. ആണോ? നമ്മുടെ രാജ്യത്ത് വർഗീയത അഴിഞ്ഞാടുമ്പോ അതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ നിസ്സംഗത പാലിച്ചു നിൽക്കുമ്പോ അതിശക്തമായി വീറോടെ ചെറുത്തു നിന്നത് രാജ്യവ്യാപകമായി തന്നെ ഇടതുപക്ഷമല്ലേ? അത് പൊതുവെ രാജ്യമാകെ അംഗീകരിക്കുന്ന കാര്യമല്ലേ? ആ ഇടതുപക്ഷത്തെയാണോ ഇന്നത്തെ ഇന്ത്യയിൽ പരാജയപ്പെടുത്തേണ്ടത്, തകർക്കേണ്ടത്? ആ സന്ദേശമല്ലേ നിങ്ങൾ നൽകുന്നത്? നിങ്ങളിപ്പോ ഇവിടെ വന്ന് മത്സരിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ 20-ൽ 1 സ്ഥാനാർത്ഥി എന്ന നില മാത്രമേ വരുന്നുള്ളൂ.
ഞങ്ങളെ അത് അശേഷം ബാധിക്കുന്ന കാര്യമല്ല. വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പോവുകയാണ്. പക്ഷെ അതല്ല കാര്യം. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടിന്റെ അപക്വത, എത്രമാത്രം അപക്വമായ നിലപാടാണ് സ്വീകരിച്ചത്. അതാണോ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ ദേശീയ നേതാവ് സ്വീകരിക്കേണ്ട സമീപനം? എന്നിട്ട് പറയാണ് ഞങ്ങള് ഒന്നും ഇടതുപക്ഷത്തിനെതിരെ പറയുന്നില്ല. എന്താണാവോ പറയാനുള്ളത്? ഒരു സൗജന്യം വേണ്ട, പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്? ഇടതുപക്ഷത്തെ കുറിച്ചാണോ? ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിനെ കുറിച്ചാണോ? പറയൂ. നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നവ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഇപ്പോ കേരളം മാത്രമേ ഇന്ത്യയിലുള്ളൂ. എന്താ അതിന്റെ പ്രത്യേകത? നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ നാം ആലോചിച്ചാൽ മതി. 2011 മുതൽ 2016 വരെ ഇവിടെ UDF ഗവൺമെന്റ് ഉണ്ടായി. ആ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യത്തെ 3 വർഷം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ, അവസാനത്തെ 2 വർഷം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ. ഈ 3 ഗവൺമെന്റും, മൻമോഹൻ സിംഗിന്റെയും നരേന്ദ്രമോദിയുടെയും കേരളത്തിലെ UDFന്റെയും, ഈ 3 ഗവൺമെന്റുകളും നവ ഉദാരവൽക്കരണ നയം നടപ്പാക്കിയതായിരുന്നു. വാശിയോടെയാണ് UDF നവ ഉദാരവൽക്കരണ നയം നടപ്പാക്കിയത്. എന്തായിരുന്നു അന്നത്തെ കേരളം? നമ്മൾ മറക്കാനിടയില്ലല്ലോ. 3 വർഷമായില്ലല്ലോ. 3 വർഷം തികയുന്നല്ലേ ഉള്ളൂ. നമ്മളൊന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ വേഗം ഓർമ്മ വരുമല്ലോ. ഒരു ഭാഗം, അന്ന് കേരളം അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ 1-ാം സ്ഥാനത്തായിരുന്നു. അത്രയധികം അഴിമതി, ഒരുപാട് ആളുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ, പല രീതി. ആ ഘട്ടത്തില് കേരളീയരെല്ലാം വിചാരിച്ചു, ഇങ്ങനൊരു നാട്ടിലായിപ്പോയല്ലോ ഞങ്ങള്. നമ്മുടെ നാടിന് വന്ന ഗതികേടിനെ കുറിച്ച് ആലോചിച്ച് പരിതപിച്ചു അവർ. ഇപ്പോഴോ LDF വന്ന് ബദൽ നയം നടപ്പാക്കി. ഒരു താരതമ്യം നല്ലതാണ്. അന്ന് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിന്. ഇന്ന് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന് രാജ്യവും വിവിധ ഏജൻസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് അവസ്ഥ, ഇതാണ് മാറ്റം. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം, നമ്മുടെ കേരളത്തില് ആ ഘട്ടത്തിൽ ഈ 2016 ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ കുറെ മാസങ്ങൾ മുൻപ് കേരളത്തിലെ വീടുകളിൽ പലരും TV ഓൺ ചെയ്യാറില്ല. പ്രത്യേകിച്ച് അമ്മമാര് സമ്മതിക്കില്ല. കാരണം ഒരുപാട് ജീർണത, നാറ്റം ഇതിനകത്തുകൂടി വരും. ഇപ്പൊ കുട്ടികൾ കാണാൻ പറ്റാത്ത പലതുമാണ് ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അവര് ഓൺ ചെയ്യാൻ സമ്മതിച്ചില്ല. അത്രമാത്രം നാറ്റമായിരുന്നു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എന്താ നമ്മൾ കാണുന്നത്? നേരിയ തോതിലുള്ള ജീർണതയുടെ അംശം പോലും കാണാനാവുന്നില്ല. പകരം ഉന്നതമായ ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഇതും ഈ ബദൽ നയത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനി ഭരണ നടപടികൾ എടുത്താൽ നമ്മള് ആ ഘട്ടത്തിൽ വലിയ നിരാശയിലായിരുന്നു കേരളത്തിലുള്ളത്. കടുത്ത നിരാശ.
ചെറിയ നിരാശയല്ല. കാരണം ഇവിടെ ഒന്നും നടക്കില്ല, ഒന്നും സമ്മതിക്കില്ല, ഒന്നും നടത്താൻ സമ്മതിക്കില്ല. ഇങ്ങനൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴോ അത് തീർത്തും മാറിയില്ലേ? ആ നിരാശ പ്രത്യാശയായി മാറിയില്ലേ? ഇപ്പൊ 3 വർഷം തികയുമ്പോൾ ഇത് രണ്ടും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണല്ലോ, വെറുതെ ഉണ്ടായതല്ലാരോ. നമ്മുടെ നാടിന്റെ അനുഭവം. ഇപ്പൊ നാഷണൽ ഹൈവേ വികസനം നേരത്തെ നടക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. ഇപ്പൊ നടക്കില്ല എന്ന് കരുതുന്ന ഒരാളും കേരളത്തിലില്ല. സമയബന്ധിതമായി നടക്കും എന്ന് തന്നെ കരുതും. ജലപാത കോവളത്ത് നിന്ന് കാസർഗോഡ് ബേക്കൽ വരെ 600 കിലോമീറ്റർ നീളമുള്ള ജലപാത ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കേരളത്തിന്റെ. എന്നാൽ എവിടെ എത്തിയിരുന്നില്ല. ഇപ്പൊ അനിശ്ചിതത്വമില്ല. അടുത്ത വർഷം 2020 ആ പദ്ധതി പൂർത്തിയാകുന്നു. കോവളത്തു നിന്നൊരു ബോട്ടില് ബേക്കൽ വരെ പോകാൻ കഴിയുന്ന അവസ്ഥ വരാൻ പോകും. നമ്മുടെ നാടിന്റെ 2 ഭാഗം, ഒന്ന് തീരദേശം, മറ്റൊന്ന് മലയോരം. 2 ഹൈവേകൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ. 10,000 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നത് അത് സമയബന്ധിതമായി തീർക്കാൻ. ഇതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നോ പണ്ടാണെങ്കിൽ? ഇത് മാത്രമാണോ? ഇത്തരം കാര്യങ്ങൾ മാത്രമാണോ? നമ്മുടെ ക്ഷേമ പെൻഷൻകാര് ഈ ഗവൺമെന്റ് വരുമ്പോ വാങ്ങിയ പെൻഷൻ എത്രയാ? 600 രൂപ. ഇപ്പോഴോ ഇരട്ടി, 1200 രൂപ. ആ പെൻഷൻ വാങ്ങി ചിരിക്കുന്ന മുഖങ്ങൾ നമ്മൾ കണ്ടില്ലേ? എന്ത് സന്തോഷമായിരുന്നു അവർക്ക്. ഇതാണ് മാറ്റം. പാവങ്ങളോട് പ്രതിബദ്ധതയുടെ ഒരു ഗവൺമെന്റ്. ബദൽ നയമുണ്ടായാലുള്ള പ്രത്യേകത അതാണ് ഇവിടെ പ്രകടമായത്. LDF അധികാരത്തിന് വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങള് സംസ്ഥാനത്ത് സാമൂഹ്യ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ സമഗ്ര വികസനമാണ് നടപ്പാക്കുക. അതായത് വികസനത്തിന്റെ ഭാഗമായി എല്ലാ പ്രദേശവും ഉണ്ടാവും, എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ടാവും, ആരും ഒഴിവാക്കപ്പെടില്ല. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ചില മിഷനുകൾ പ്രഖ്യാപിച്ചു, 4 മിഷനുകൾ. അതിലൊന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ തൽപരരായ ആളുകൾക്കൊക്കെ വലിയ മനോവേദനയായിരുന്നു. കാരണം അവര് ചിന്തിച്ചത്, അവരുടെ അനുഭവം, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നു, അവരെ ചില സ്കൂളുകളെങ്കിലും അടച്ചുപൂട്ടുന്നു. വല്ലാതെ വേദനിച്ചു ആണ്. LDF ഗവൺമെന്റ് വന്ന് ഈ മിഷൻ ആരംഭിച്ചു. നാടും നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ഒന്നിച്ചു നീങ്ങി. എന്താ ഫലം? 2 വിദ്യാഭ്യാസ വർഷമാണായത്. വിദ്യാഭ്യാസ വർഷ ആരംഭത്തിലാണല്ലോ കുട്ടികൾ ചേരുക സ്കൂളിൽ. ഈ 2 വിദ്യാഭ്യാസ വർഷം എടുത്താൽ 3,41,000 കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ ഉണ്ടായിരുന്നവര് അവിടുന്ന് വിട്ട് ഈ വിദ്യാലയങ്ങളിൽ വന്നു ചേർന്നു, പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേർന്നു. ഊഹിക്കാൻ പറ്റുമായിരുന്നു ഇത്തരമൊരു കാര്യം? ഇതാണ് നാടിന്റെ നേട്ടമെന്ന് പറയുന്നത്. ഇതിനു പുറമെയാണ് 50,000 കോടി രൂപ ചെലവിട്ട് ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ബജറ്റിന് പുറത്ത് അതിനൊരു പണം സമാഹരിച്ച് ചെലവിടാൻ ഒരു ധനസ്രോതസ് എന്ന നിലക്ക് കിഫ്ബിയെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചത്. അതിനെന്തെല്ലാം പരിഹാസമായിരുന്നു. ഇപ്പോ പെടുന്നുണ്ടോ? പക്ഷെ എന്താ അവസ്ഥ? 50,000 കോടി രൂപ 5 വർഷം കൊണ്ടായിരുന്നു പറഞ്ഞത്.
ഇപ്പോ ഇനിയും രണ്ട് വർഷത്തിലധികം ബാക്കി നിൽക്കുകയാണ്. 42,000 കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതിന് പണം വേണം. എവിടുന്നാ നിങ്ങൾക്ക് പണം എന്നായിരുന്നു ചോദിച്ചു. ഇപ്പൊ നമ്മൾ അതിന്റെ നടപടികൾ ആരംഭിച്ചപ്പോ നമ്മൾ മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചു. ചില സാങ്കേതിക കാര്യങ്ങളുള്ളതാണത്. അതിന്റെ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് പലിശ നിശ്ചയിക്കുക. നമുക്ക് BB ആണ് റേറ്റിംഗ്. BBB- റേറ്റിംഗ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇത്തരം ചില സംവിധാനത്തിനുണ്ട്. നമ്മുടെ റേറ്റിംഗ് അതല്ല. റിസർവ് ബാങ്ക് അടക്കം ഇതിനെല്ലാം ആവശ്യമായ പരിശോധന നടത്തി തീരുമാനിക്കുകയാണ്. റേറ്റിംഗ് അനുസരിച്ച് പലിശ വരും. പക്ഷേ നമുക്ക് ഏറ്റവും കുറഞ്ഞ പലിശക്കാണ് ഫണ്ട് ലഭിക്കുന്നത്. ഈ റേറ്റിംഗുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും കുറഞ്ഞ പലിശക്ക് ഫണ്ട് ലഭിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഉടനെ വിവാദം. ഒരു കനേഡിയൻ കമ്പനി തരുന്നതിനെ പറ്റിയാണ് വിവാദം. ഏതാ കനേഡിയൻ കമ്പനി? അത് പെൻഷൻ ഫണ്ടിന്റെ കമ്പനിയാണ്. $300 ബില്യൺ അവരുടെ കയ്യിലുള്ളത്. എന്നുവെച്ചാൽ 21 ലക്ഷം കോടി രൂപ അവരുടെ കയ്യിൽ. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് നിക്ഷേപിച്ചിട്ടുണ്ട് അവര്. നമ്മുടെ രാജ്യത്തിന്റെ നിഫ് അടക്കമുള്ള ഏജൻസികൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ. പ്രതിപക്ഷ നേതാവ് അടക്കം അതിനെതിരെ പ്രതികരണം. എല്ലാം പൊളിഞ്ഞു. ഇന്ന് മാധ്യമങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് വസ്തുതകൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. എന്താ പറഞ്ഞത്? അവരാർക്കൊക്കെ വായ്പ കൊടുത്തു നമ്മൾ പോയി പരിശോധിക്കണം എന്നാണ്. എന്തൊരു തരം വാദഗതിയാണെന്ന് നോക്കണം. ഒരു ഫണ്ട് നൽകുന്ന ഏജൻസി ആർക്കൊക്കെ വായ്പ കൊടുക്കും അത് പരിശോധിക്കലാണോ നമ്മുടെ പണി? നമ്മളെ പറ്റി അവർ പരിശോധിച്ച് ഇവർക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് അവർ വിലയിരുത്തും. അത് സാധാരണയുള്ളത്. അവരാർക്കൊക്കെ ഫണ്ട് കൊടുത്തിരിക്കുന്നു അത് പരിശോധിച്ചാണോ ഫണ്ട് വാങ്ങുക? സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേനയാണ് ഫണ്ട് നമ്മൾ വാങ്ങുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രബലമായ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുവഴിയാണ് ഫണ്ട് വാങ്ങുന്നത്. ഏതായാലും ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ നീക്കാൻ ചില ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? ഏതെങ്കിലും തരത്തിൽ നാടിന്റെ വികസനത്തെ തടയാൻ പറ്റുമെന്നാണ്. അത് പ്രളയ ദുരന്തം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടതാണ്. ഓരോ ഘട്ടത്തിലും കണ്ടതാണ്. പക്ഷെ നാം ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം വികസന കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകില്ല. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. നമുക്ക് ആ നാടിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. വലിയ പ്രളയ ദുരന്തമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അതിന്റെ തകർച്ച വലുതായിരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് നാടിനെ എത്തിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇനിയൊരു ദുരന്തം ഉണ്ടായാൽ തകരാത്ത കേരളം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഒരു നവകേരളം നിർമ്മിക്കാൻ. ഏതു തരത്തിലുള്ള പാര അതിനെതിരെ വന്നാലും ഈ നവകേരള സൃഷ്ടിയിൽ നിന്ന് നമ്മൾ പുറകോട്ടില്ല. നാടും നാട്ടുകാരും ജനങ്ങളും എല്ലാം ഇതിനോടൊപ്പം സഹകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇതെല്ലാം ബദൽ നയം കൊണ്ടാണ് സാധിക്കുന്നതെന്ന് നാം കാണണം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സി ദിവാകരൻ ഇപ്പോ മണ്ഡലമാകെ പൊതുവായ ഒരു വർത്തമാനം വന്നിട്ടുണ്ട്. അത് സഖാവ് സി ദിവാകരൻ ഇവിടെ ജയിച്ചു വരുന്നു എന്ന് തന്നെയാണ് ആ വർത്തമാനം. അത് ചിലർക്ക് സ്വാഭാവികമായും ഉറക്കം കെടുത്തു. ഇന്നത്തെ കാലത്ത് നാം കാണേണ്ടത് നമ്മുടെ നാട്ടിൽ പല വഴികൾ സ്വീകരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രമുഖ മാധ്യമങ്ങളെ തന്നെ വിലക്കെടുക്കാനുള്ള ശ്രമം നടക്കാറുണ്ട്. അതില് രണ്ടു കൂട്ടരാണ് മുന്നിൽ നിൽക്കുന്നത്.
ഒന്ന് BJP, പിന്നെ തൊട്ടു പുറകിൽ കോൺഗ്രസ്. അവർ ചെയ്യുന്നത് പണം കൊടുത്ത് സ്വാധീനിക്കലാണ്. വലിയ തോതിലുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുവെന്ന് നാം കാണുന്നു. അപ്പോൾ നാടിന്റെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ മറച്ചു വെക്കാനാവും? എങ്ങനെ മറ്റൊരു ചിത്രം അവതരിപ്പിക്കാനാവും? ഇതാണ് ഇത്തരത്തിൽ സ്വാധീനിക്കുന്നതിലൂടെ ശ്രമിക്കുന്നത്. അവരെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിഷ്പക്ഷമാകണമെന്നാണ്. നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക്, ഈ പണം കൊടുക്കുന്നവർക്ക് അനുകൂലമായ നിലയുണ്ടാവണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പുറത്തു വരുന്ന സർവേയെ നമ്മൾ ആ തരത്തിൽ മാത്രമേ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. നാടിന്റെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ സർവേ എന്ന രീതിയിൽ ചിലര് തട്ടിപ്പടച്ചുണ്ടാക്കുന്നത് എന്ന് നാം കാണണം. അത് താഴെ വീണ് കിടക്കുന്ന ആളുകൾക്ക് ലേശം ഉത്തേജനം കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ഇത്തരം സർവേകൾ കൊണ്ടൊന്നും താഴെ പോയത് മേലെ വരില്ല എന്ന് കണ്ടോളണം. അവര് താഴെ തന്നെ കിടക്കും. ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയിൽ BJPയെ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. നമ്മുടെ സംസ്ഥാനം 2004 വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ അവസാന കാലം ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടു. ആ തെരഞ്ഞെടുപ്പില് കേരളം രാജ്യത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിന്ന ഒരു പ്രത്യേക രീതിയിലായിരുന്നു. രാജ്യത്ത് വാജ്പേയിയുടെ ഗവൺമെന്റ് തുടർച്ചയുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കണ്ടത്. എന്നാൽ കേരളം പറഞ്ഞു, ഉറപ്പായ നില സ്വീകരിക്കണമെങ്കിൽ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകണം. അങ്ങനെയാണ് 20ൽ 18 സീറ്റ് ഇടതുപക്ഷത്തിന്, LDFന് അന്ന് നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം 2004-നേക്കാളും കൂടുതൽ, 18-നേക്കാളും കൂടുതൽ സീറ്റുകളാണ് LDFന് നൽകാൻ പോകുന്നത്. തിരുവനന്തപുരത്തൊക്കെ അതിൻ്റെതായ മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രകടമായിട്ടുള്ളത്. ഇപ്പൊ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും വലിയ തോതിലുള്ള ഉണർവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് C. ദിവാകരൻ വന്നതോടെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ഈ നാടിന്റെ പ്രിയപ്പെട്ടൊരു നായകനാണ്. എല്ലാ കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ഇടപെടാൻ ശേഷിയുള്ള, ദീർഘകാലമായി തൊഴിലാളി നേതാവായിരിക്കുന്ന, ചെറുപ്പനാൾ തൊട്ട് പൊതുപ്രവർത്തനത്തിലുള്ള, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടെടുത്തു പോകുന്ന, ഒരു ഘട്ടത്തിലും വർഗീയതയുമായി സമരസപ്പെടാത്ത C. ദിവാകരനെ വിജയിപ്പിക്കാനുള്ള അത്യന്തം ഉത്സാഹത്തോടെയുള്ള തയ്യാറെടുപ്പിലാണ് മണ്ഡലമാകെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഖാവ് ദിവാകരനെ അരിവാൾ നിൽക്കുന്നതിന് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. നാടിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത വിവരങ്ങളാണ് സർവേ ആയി പുറത്തുവരുന്നത്. താഴെ പോയവർ സർവേയിലൂടെ മുകളിലേക്ക് വരികയില്ല എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വിവാദങ്ങൾ ഉണ്ടാക്കി വികസനം തടയുകയാണ് ചിലരുടെ ലക്ഷ്യം. കിഫ്ബി മസാല ബോണ്ടിലടക്കം ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വെള്ളറടയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.